നമസ്തേ, എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്ന് പ്രണവവേദത്തിൽ പറയുന്നത് പ്രയർ, പ്രാർത്ഥന. ജാതി മത രാഷ്ട്ര ചിന്തകൾക്കപ്പുറം ലോകം മുഴുവൻ ജനങ്ങൾ ഏറ്റവും കൂടുതൽ സമയം, മനുഷ്യരാശി ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാം? അധ്വാനിക്കാൻ വേണ്ടിയിട്ടല്ല, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അപേക്ഷ, യാചന, വ്യവഹാരം, ഹർജി എന്നൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആരോടാണ് യാചിക്കേണ്ടത്, ആരോടാണ് അപേക്ഷിക്കേണ്ടത്? പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? യാചിച്ചാൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? നമ്മൾ യാചിക്കേണ്ടവരാണോ? ആരോടാണ് നമ്മൾ യാചിക്കുന്നത്? മരിച്ചവരോട് യാചിച്ചാൽ എന്തെങ്കിലും കിട്ടുമോ? മരണപ്പെട്ടവരെ പ്രാർത്ഥിച്ചാൽ, അവരോട് യാചിച്ചാൽ, അവരോട് അപേക്ഷിച്ചാൽ എന്തെങ്കിലും കിട്ടുമോ? ഏതെങ്കിലും മരണപ്പെട്ടവർ, എത്ര സിദ്ധനുമായിക്കോട്ടെ, യോഗിയുമായിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് തലത്തിൽ നിൽക്കുന്ന ആളുമായിക്കോട്ടെ, അവർ ജീവിച്ച് മരിച്ചവരാണെങ്കിൽ അവരോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ പരിചയത്തിൽപ്പെട്ട എത്ര പേരാണ് മരിച്ചു പോയിരിക്കുന്നത്? ആത്മീയവാദികളും ഭൗതികവാദികളും ജൈവികവാദികളുമായിട്ടുള്ള ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്, നമുക്കറിയാവുന്നവരെ. അവരോട് പ്രാർത്ഥിച്ചാൽ, അവരോട് അപേക്ഷിച്ചാൽ, അവർക്കൊരു ഹർജി സമർപ്പിച്ചാൽ എല്ലാം നേടിത്തരുവാൻ ആ മരണപ്പെട്ടവർക്ക് കഴിയുമായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്നേ രക്ഷപ്പെടുമായിരുന്നു. അങ്ങനെ സാധിക്കുമോ? ഇല്ല. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവരോടാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അധികാരികളോടാണ്, ജീവിച്ചിരിക്കുന്നവരോടാണ്. നമ്മളുടെ ടീച്ചേഴ്സിനോട്, നമ്മളുടെ ഗുരുനാഥന്മാരോട് നമ്മൾ അപേക്ഷിക്കും അറിവിന് വേണ്ടി. നമ്മളുടെ അധികാരമുള്ള അധികാരികളോട്, അധികാരം നഷ്ടപ്പെട്ടവരോടല്ല, അധികാരമുള്ള അധികാരികളോട് നമ്മൾ അപേക്ഷിക്കും. ഒരു കിണറിന് വേണ്ടി, വീടിന് വേണ്ടി, മറ്റ് സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, നമുക്കൊരു ലോണിന് വേണ്ടിയിട്ടെല്ലാം അധികാരികളോട് നമ്മൾ അപേക്ഷിക്കും. അത് നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അച്ഛനമ്മമാരോട് നമ്മൾ അപേക്ഷിക്കും. നമ്മളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുവാൻ വേണ്ടിയിട്ട് നമ്മൾ അപേക്ഷിക്കും. ചിലപ്പോൾ യാചിക്കും, ചിലപ്പോൾ ഹർജി സമർപ്പിക്കും. നമ്മൾ ആ അപേക്ഷകൾക്ക് അർഹനാണെങ്കിലോ അതവർ നേടിത്തരിക തന്നെ ചെയ്യും. അച്ഛനമ്മമാരോട് സ്നേഹം ചോദിച്ചാൽ, പൈസ ചോദിച്ചാൽ, അല്ലെങ്കിൽ അർഹതപ്പെട്ട അവകാശങ്ങൾ ചോദിച്ചാൽ നമുക്കത് കിട്ടും. അപേക്ഷിച്ചാൽ അവർ ഉപേക്ഷിക്കില്ല, ഉപേക്ഷിക്കാൻ പറ്റില്ല. ഗുരുക്കന്മാരോട് അപേക്ഷിച്ചാലും എന്താണ്? ഒരു ഉപേക്ഷയും വിചാരിക്കാതെ നമ്മളുടെ അപേക്ഷയെ അവർ സ്വീകരിക്കും. നമ്മളുടെ സംശയങ്ങളുടെ നിവൃത്തി അവർക്ക് വരുത്തുവാൻ കഴിയും. അധികാരികളോടും നമുക്ക് അപേക്ഷിക്കാം, അർഹമാണെങ്കിൽ നമുക്കത് സാധിച്ചു കിട്ടും. അല്ലാതെ നമ്മൾ ആരോടാണ് അപേക്ഷിക്കേണ്ടത്? ഭാരതീയരോട് അപേക്ഷിക്കാനേ പറഞ്ഞിട്ടില്ല, ഭാരതീയരോട് യാചിക്കാൻ പറഞ്ഞിട്ടില്ല, പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല, പ്രയർ നടത്താൻ പറഞ്ഞിട്ടില്ല. നമ്മളുടെ പ്രാർത്ഥനകൾക്ക് എന്താണ് ശക്തി? അപ്പോൾ ഭാരതീയരോട് എന്താണ് വേദം പറഞ്ഞിരിക്കുന്നത്? മുഴുവൻ പ്രാർത്ഥിതരുടെയും ആപ്ലിക്കേഷനെ സ്വീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. യാചിക്കുന്നവരുടെ മുഴുവൻ യാചനകളെ കൺതുറന്ന് കാണാനാണ് ഭാരതീയരോട് പറഞ്ഞിരിക്കുന്നത്. അവരുടെ മുഴുവൻ ദുഃഖങ്ങളെയും മായ്ക്കുന്ന സന്തോഷമുള്ള പ്രവൃത്തിയെ ചെയ്യാനാണ് നമ്മളോട് വേദം പറഞ്ഞിരിക്കുന്നത്. സേവ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ സേവയ്ക്ക് വേണ്ടിയിട്ട് വ്രതം അനുഷ്ഠിക്കാനാണ് ഭാരതീയരോട് പറഞ്ഞിരിക്കുന്നത്. മുഴുവൻ ആളുകളുടെയും പ്രാർത്ഥനകളെ സ്വീകരിക്കുന്ന, യാചനകളെ സ്വീകരിക്കുന്ന, അപേക്ഷകളെ സ്വീകരിക്കുന്ന, ഹർജിയെ സ്വീകരിക്കുന്ന യജമാനനാകാനാണ് ഭാരതീയരോട് വേദം പറഞ്ഞിരിക്കുന്നത്. മുഴുവൻ ജീവലോകത്തിനും വേണ്ടിയിട്ട്, സാധുജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണനെ പോലെ. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജോലി എന്തായിരുന്നു? ആ ജോബ് എന്തായിരുന്നു? പ്രാർത്ഥനയായിരുന്നു? അല്ല, അല്ലേ? സാധുജന പരിപാലനമായിരുന്നു. തൻ്റെ ജീവിതം തന്നെ സാധുജന സേവനത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ കൃഷ്ണൻ വിനിയോഗിച്ചതുപോലെ നമ്മൾ സേവയെ ചെയ്യുക. സേവയെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വ്രതം അനുഷ്ഠിക്കുക. വ്രതം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവ്, മനസ്സ്, ശരീരം എന്നീ ത്രിവിധ കരണങ്ങളെ കൊണ്ടുള്ള അനന്യപരമായിട്ടുള്ള സേവയോട് കൂടിയിട്ടുള്ള നിഷ്ഠയാണ് വ്രതം. മറ്റുള്ളവർക്ക് സേവയെ ചെയ്യലാണ് നമ്മളുടെ വ്രതം. മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള മനസ്സ്, വാക്ക്, പ്രവൃത്തി, അതായത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയാണ് വ്രതം. മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന പ്രവൃത്തിയല്ല വ്രതം. ആ വ്രത സമയത്തും പ്രാർത്ഥന പറഞ്ഞിട്ടില്ല. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രവർത്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല ബുദ്ധിയാൽ, നല്ല മനസ്സും, നല്ല മനസ്സിനാൽ നല്ല പ്രവൃത്തിയുമാണ് വ്രതം. അവിടെയും പ്രാർത്ഥിക്കാൻ സമയമില്ല. ഇപ്പോൾ ഒരു ചോദ്യം വരും, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്? പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ലേ ക്ഷേത്രങ്ങളിൽ പോകുന്നത്? ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുന്നത് പ്രാർത്ഥിക്കാനേ അല്ല, ധ്യാനാത്മകമായിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകേണ്ടത്.
നമ്മളുടെ ഗാത്രത്തിൻ്റെ, നമ്മളുടെ മനസ്സിൻ്റെ, നമ്മളുടെ ബുദ്ധിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്, നമ്മളുടെ ആത്മാവിൻ്റെ, മനസ്സിൻ്റെ, ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങളിൽ നമ്മൾ ദർശനം നടത്തേണ്ടത്. നമ്മളുടെ ആത്മാവിൻ്റെ, നമ്മളുടെ മനസ്സിൻ്റെ, നമ്മളുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ക്ഷേത്ര ദർശനം. ത്രിഗണങ്ങളാൽ, അതായത് ത്രിമൂർത്തികളാൽ ത്രിദോഷത്തെ നീക്കുന്ന, ത്രിഗുണത്തെ ഏകുന്ന, ത്രികാലത്തെ ഏകുന്ന പൂജകളാണ്, ത്രികാല പൂജകളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. ജീവഗാത്രങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദേവക്ഷേത്രങ്ങൾ. സർവശാസ്ത്ര നിലയങ്ങളാണ് ക്ഷേത്രങ്ങൾ. നമ്മളുടെ ആത്മാവിനെ, മനസ്സിനെ, ശരീരത്തെ ക്ഷതത്തിൽ നിന്ന്, ക്ഷരത്തിൽ നിന്ന്, ക്ഷയത്തിൽ നിന്ന് ക്ഷാമപ്പെടുത്തുന്ന ക്ഷേത്രയന്ത്രമാണ് നമ്മളുടെ ദേവാലയങ്ങൾ. അത് ദ്രവ്യത്തിൻ്റെ ആലയങ്ങളാണ്. ദ്രവ്യത്തിൻ്റെ പരിശുദ്ധിയാണ് അവിടുത്തെ വിശുദ്ധി. ആ വിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ എത്തുന്നത്, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല. ധ്യാനിക്കേണ്ട ഇടങ്ങളാണ് ക്ഷേത്രങ്ങൾ. നല്ല ദർശനങ്ങളെ ഏകുന്ന, ദർശനത്തെ ഏകുന്ന ഇടങ്ങളാണ് ക്ഷേത്രങ്ങൾ. പലപ്പോഴും നമുക്ക് പല തീരുമാനങ്ങളും നമുക്ക് ചില സ്ഥലങ്ങളിൽ നിന്ന് എടുക്കാൻ കഴിയില്ല. വേണോ വേണ്ടയോ, അങ്ങനെ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം നമുക്ക് ഇത്തരം പ്രകൃതി രമണീയമായിട്ടുള്ള ഇടങ്ങളിൽ, അല്ലെങ്കിൽ പരിസ്ഥിതി സന്തുലിതമായിരിക്കുന്ന, ഏറ്റവും പരിശോഭിതമായിരിക്കുന്ന ഇടങ്ങളിൽ, ക്ഷേത്ര സങ്കേതങ്ങളിൽ ചെന്ന് നിന്നാൽ നമുക്ക് പ്രകൃതി തന്നെ അതിനെ ആൻസർ ചെയ്തു തരും. പ്രകൃതി തന്നെ നമുക്കതിനെ ആൻസർ ചെയ്തു തരും. അത്രയും പരിശുദ്ധമാണ് ഈ പ്രപഞ്ചം. പക്ഷേ എത്ര മലീമസമാക്കിയാണ് നമ്മളിന്ന് കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് നമ്മളുടെ ക്ഷേത്രഭൂമികൾ മാത്രമാണ് അല്പമെങ്കിലും പാദം ചവിട്ടുവാൻ പാകത്തിനുള്ള പരിശുദ്ധമായിട്ടുള്ള ഇടങ്ങളായിട്ട് നിലനിൽക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം എങ്ങനെയാണ്? ക്ഷേത്രഭൂമികൾ ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള ഭൂമികളുടെ അവസ്ഥ എങ്ങനെയാണ്? നമുക്ക് ആരോഗ്യത്തെയല്ല, നമുക്ക് രോഗത്തെ തരാൻ തയ്യാറായിട്ടാണ് ആ ദേശങ്ങളെല്ലാം നിൽക്കുന്നത്. ഈ ദേശം മാത്രമല്ല, ഈ ദേശത്തുനിന്ന് ജനിച്ച ദേഹവും ഏറ്റവും നന്നായിട്ട്, പരിശുദ്ധമായിട്ട്, പൂർണ്ണ ആരോഗ്യത്തോടു കൂടി സംരക്ഷിക്കേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും ചുമതലയാണ്. അതിനു വേണ്ടിയിട്ടാണ് ക്ഷേത്ര ദർശനങ്ങൾ. ക്ഷേത്രങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഇടങ്ങളല്ല, യാചിക്കേണ്ട ഇടങ്ങളല്ല, യാചകർക്ക് പ്രവേശനമില്ലാത്ത ഇടങ്ങളാണ്. ക്ഷേത്രങ്ങൾ ധ്യാനിക്കേണ്ട ഇടങ്ങളാണ്. നല്ല ദർശനത്തിന് വേണ്ടിയിട്ടാണ്, നല്ല കാഴ്ചപ്പാടുകൾക്ക് വേണ്ടിയിട്ടാണ് ക്ഷേത്ര ദർശനം. പ്രാർത്ഥിക്കേണ്ട എന്ന് പറയുമ്പോഴും ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മൾ പ്രാർത്ഥനാ നിർഭരരായിട്ട് വേണം ജീവിക്കാൻ. പ്രാർത്ഥിക്കുന്നത് പോലെ വേണം നമ്മൾ ജീവിക്കാൻ. ആരും ഉപേക്ഷിക്കാത്ത അപേക്ഷകൻ്റെ ജ്ഞാനത്താൽ ജീവിക്കുക. അത്രയും നല്ല മനസ്സായിട്ട് നമ്മൾ മാറുക. അത്രയും നല്ല പ്രവൃത്തിയെ നമ്മൾ ചെയ്യുക. നമ്മൾ പ്രാർത്ഥിക്കരുതെന്ന് പറയുമ്പോഴും നിങ്ങൾ അത് ഉൾക്കൊള്ളുവാൻ തയ്യാറാവില്ല. നിരീശ്വരവാദമാണ് ഞാൻ പറയുന്നതെന്നാണ് നിങ്ങൾ വിചാരിക്കുക. അല്ല, അങ്ങനെയല്ലേ വിചാരിക്കുക. പ്രാർത്ഥിക്കരുത്, പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്ന് പറയുമ്പോൾ നിങ്ങളത് ഉൾക്കൊള്ളാൻ തയ്യാറാവില്ല. കാരണം നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് പ്രാർത്ഥനയിലാണ്. ജനിച്ചപ്പോൾ തൊട്ട് നമ്മളെന്തിലാണ്? പ്രാർത്ഥനയിലാണ്. ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരാൾ വന്നിട്ട് പറയണം പ്രാർത്ഥിക്കരുത്, പ്രാർത്ഥന ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ ഞാൻ 1-2 ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. നമ്മളൊരു പേഷ്യൻറ്റിനെയും കൊണ്ട് ഡോക്ടറെ അടുക്കേട്ട് കയറുന്നു. അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഞാൻ പ്രാർത്ഥിക്കാം. അദ്ദേഹം പറയുന്നത് ഞാൻ പ്രാർത്ഥിക്കാമെന്നാണ്, പ്രവർത്തിക്കാമെന്നല്ല. എങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോ? നമ്മളുടെ ഒരാൾ മിസ്സിങ് ആണ്. നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. അപ്പോൾ SI സാറ് പറയുന്നു ഞാൻ പ്രാർത്ഥിക്കാം. നമുക്ക് ഇഷ്ടപ്പെടുമോ? അദ്ദേഹം പ്രാർത്ഥിക്കേണ്ട ആളാണ്. അദ്ദേഹം വിജിലൻ്റായിട്ട് പ്രവർത്തിക്കേണ്ട ആളാണ്. നമ്മളുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് പറയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാം. അങ്ങനെ ടീച്ചേഴ്സ് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ടീച്ചേഴ്സ് പഠിപ്പിക്കേണ്ടവരാണ്. ഞങ്ങൾ പഠിപ്പിക്കാം എന്നാണ് പറയേണ്ടത്. പ്രാർത്ഥിക്കാമെന്നല്ല പറയേണ്ടത്, പഠിപ്പിക്കാമെന്നാണ് പറയേണ്ടത്. അപ്പോൾ നമ്മൾ അറിയേണ്ടത് ആരാണ് പ്രാർത്ഥിക്കേണ്ടവർ. അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ആരാണ്? ഒരു പണിയുമില്ലാത്തവരാണ് പ്രാർത്ഥിക്കേണ്ടത്. നിവൃത്തിയില്ലാത്തവരാണ് പ്രാർത്ഥിക്കേണ്ടത്. ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രമാണ് അപേക്ഷിക്കേണ്ടത്, യാചിക്കേണ്ടത്. അല്ലെങ്കിലോ മറ്റുള്ളവരുടെ അപേക്ഷയും കൂടി സ്വീകരിക്കുവാൻ ശേഷിയുള്ളവരായിട്ട് നമ്മൾ മാറണം. നമ്മളുടെ ഈ സമൂഹത്തിൽ ഒന്നിനും ശേഷിയില്ലാതെ തളർന്നു പോയ മുഴുവൻ സഹജീവികളുടെ, മുഴുവൻ ആളുകളുടെയും കണ്ണീരൊപ്പുവാനും, നിരാലംബരായിട്ടുള്ളവരുടെ, അവശത അനുഭവിക്കുന്നവരുടെ, രോഗികളായിട്ടുള്ളവരുടെ അപേക്ഷകളെ സ്വീകരിക്കുവാനും, അവരുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കുവാനും, അവരെ പരിഹസിക്കാതെ അവർക്ക് പരിഹാരം നിർദ്ദേശിക്കുവാനും, അവരെ ചേർത്ത് പിടിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമസ്തേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.